ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു റെഡ് ജുവലാണ്. ഈ ഒരു പേരേ ഉള്ളൂ. അപ്പോൾ റെഡ് ജുവലും അതിൻ്റെ കുട്ടികൾ നിൽക്കുന്നൊരു വീഡിയോ ആണ് കേട്ടത്. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു ചെറുതായിട്ട് പൊട്ട് പോലെ കാണുന്നില്ലേ, അതെൻ്റെ കുട്ടികളാണ്. അപ്പോൾ എത്രത്തോളം അത് കെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു മീനിനെ അവർ അടുപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇവരിട്ടിരിക്കുന്ന കുളമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാന്റ് ടാങ്ക്. ഏകദേശം ഇപ്പോൾ 2-3 വർഷത്തോളമായി ഇപ്പോൾ ഇത്. ഇപ്പോഴാണ് പ്ലാന്റ് പിടിച്ചു തുടങ്ങുന്നത്. അതിൽ കല്ലും അതുപോലെ തന്നെ മണലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് ചെടികളുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന സിക്ലിഡ് ഇനത്തിൽപ്പെട്ട മീനുകൾ, ഗൗരാമി, അതുപോലെ തന്നെ നമ്മളെ പോയിലുള്ള മീനുകളും മെയിനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ വരുന്നതാണ്, ഇത് ഫിഷാണ്. ഓക്കെ, അതായത് ഗപ്പീസാണ് മെയിനായിട്ടുള്ളത്. ഗപ്പിയിൽപ്പെട്ട ഒരുപാട് വെറൈറ്റി മീനുകൾ എൻ്റെ കയ്യിൽ. എൻ്റെ കൈ വെച്ച ഉടനെ അവർ ഒരുപാടെണ്ണം കയ്യിലോട്ട് വരും. ഇത് കണ്ടില്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ അവർ തീറ്റ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടെണ്ണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ സാധാരണ ഗപ്പികളാണ്. അതായത് ഇപ്പോൾ വെറൈറ്റികൾ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഇത് വേറൊരു ടാങ്കിലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരുപാടെണ്ണമായപ്പോൾ ഞാൻ പുതിയൊരു ടാങ്കിലേക്ക് മാറ്റിയതാണ്. ഇതിൽ തന്നെ ഒരുപാട് ഇനത്തിൽപ്പെട്ട പ്ലാന്റഡ് ഉണ്ട്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഒക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇത് കണ്ടില്ല, ഒരുപാടെണ്ണം എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം അത്രക്കും ഉണ്ട്. നമ്മൾ കൈ വെക്കുമ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് വരുന്നത് വേറൊരു ഫീലാണ് നമുക്ക്. പിന്നെ ഇതിൽ വേറെ ഉള്ളത് ഒരു ഗൗരാമി ഉണ്ട്. അത് നമുക്ക് ബ്രീഡിങ് പെയറായിട്ട് ഞാൻ ഇട്ടതാണ്. ഓക്കെ, പിന്നെ 2 ഏഞ്ചൽ ഫിഷുമാണ്. പിന്നെ നമ്മൾ കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വല ഇട്ടിട്ടാണുള്ളത്. കണ്ടില്ല, നമ്മൾ വല ഇട്ടിട്ട് അതിൻ്റെ താഴെയാണ് അതിൽ മീൻ കുടുങ്ങുക. മെയിനായിട്ട് നമ്മളെ കല്ലേരി എന്ന് പറഞ്ഞ മീനാണ് ഇതിൽ കുടുങ്ങൽ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഒന്ന് നോക്കി. അതൊക്കെ എനിക്ക് കിട്ടിയത് ഇത് കണ്ടില്ലേ, ആകെ 2 പേരിനാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ 2നും നമുക്ക് ഇനി നേരെ നമുക്ക് പ്ലാന്റ് ടാങ്കിലോട്ട് ഇടാം. ഓക്കെ, ഇതിൽ നമുക്ക് പ്ലാന്റ് ടാങ്കിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ കുപ്പി കട്ട് ചെയ്യണം. ഓക്കെ, ഈ കുപ്പി കട്ട് ചെയ്തിട്ട് കാരണം എന്ന് വെച്ചാൽ ഈ കുപ്പിൻ്റെ വാൻ്റെ ഇതുണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട് ഈ മീൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് അതെന്താ കുപ്പി ഫുള്ളായിട്ട് നമ്മൾ മേൽഭാഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കണ്ടില്ല, ആകെ 2 കിട്ടിയതുള്ളൂ. പക്ഷേ 2 അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല വലിയ 2 മീനിനെ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്കിത് കുപ്പി എടുത്തിട്ട് നമ്മൾ ആ പറഞ്ഞ ഗപ്പി ടാങ്ക് ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മളെ പ്ലാന്റും ഇതും നമ്മൾ സൂക്ഷിച്ച് നോക്കി കാണാൻ ഒരു വൈറ്റ് കളറിൽ കാണാതാണ് ഞാൻ പറഞ്ഞ ഗൗരാമി. പിന്നെ നമ്മൾ ഇതിലിട്ട് വെള്ളം നമുക്കിത് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് അവിടുന്ന് കൊടുക്കുന്ന വെള്ളം ഒഴിവാക്കാം. പിന്നെ ഇത് നമുക്ക് നേരെ ഗപ്പി ടാങ്കിലിട്ട് ഓരോണത്തിന് നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിലോട്ട് ഇടാം. ഇതാണല്ലോ, ഇത് ആദ്യത്തെ ഒന്ന്. അത് അത്യാവശ്യം നല്ല വലുത് തന്നെയാണ് കേട്ടോ. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ടാങ്കിലോട്ട് ഇടാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിടാം. ഇത് കണ്ടില്ല, നമ്മൾ അതിൽ വെക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിലോട്ട് ഒരുപാടെണ്ണം വരും. കണ്ടില്ല, ഒരുപാടെണ്ണം നമ്മളെ കയ്യിലോട്ട് അങ്ങനെ വരും. ഓക്കെ,